ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മുട്ട വെച്ചിട്ടുള്ള ബിരിയാണിയുടെ റെസിപ്പിയാണ്. മുട്ട റോസ്റ്റ് ബിരിയാണി എന്നും ഇതിന് പറയാം. വളരെ ടേസ്റ്റാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെയാണ് വരുന്നത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. കുട്ടികൾക്ക് ചോറൊക്കെ കൊടുത്തയക്കുമ്പോൾ കുട്ടികൾ കഴിക്കാറില്ല. ഇതുപോലെയൊക്കെ ഈസി ആയിട്ട് ഒരു കുട്ടിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ബിരിയാണി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തയക്കാം. അവർക്കും ഇഷ്ടമാകും, കഴിക്കുകയും ചെയ്യും. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് കണക്കാക്കിയിട്ടാണ് അരി എടുക്കുന്നത്. 3 ഗ്ലാസ് അരിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 5 മുട്ടയാണ്. 5 മുട്ട ഇതുപോലെ പുഴുങ്ങി എടുത്തിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇനി ആവശ്യമായിട്ടുള്ളത് ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 10 കുരുമുളക്, 2 പട്ട, 4 ഏലക്കായ, 4 ഗ്രാമ്പൂ. ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ബിരിയാണി മസാലയിലേക്ക്. ഇനി ബിരിയാണി വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യമായത് ഇതുപോലെ ഒരു ലീഫും എടുത്തിട്ടുണ്ട്, ഒരു പട്ട, ഒരു നാരങ്ങ, പിന്നെ ഇതിനെന്താ പറയുക, ജാതിപത്രി, 2 ഏലക്ക, 2 ഗ്രാമ്പൂ. ഇതിന് ജാതിപത്രി എന്നാണ് ഞങ്ങൾ ഇവിടെ പറയുക. നിങ്ങളവിടെ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല, കാണുമ്പോൾ അറിയുണ്ടാവുമല്ലോ. ഇത് അമ്മിയിലിട്ടൊന്ന് കുത്തിയിട്ട് അതിൻ്റെ തോടൊക്കെ ഞാനൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ബാക്കിയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം വെള്ളം വെച്ചാൽ മതി. അതിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. അമ്മിയിലിട്ട് കുത്തേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ വെള്ളം തിളപ്പിക്കുന്നത് അടുപ്പിൽ വെച്ചാണ്. ഇനി ചെറുനാരങ്ങയുടെ കുരു കളഞ്ഞതിന് ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് ഉപ്പ് പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിക്കാവുന്നതാണ്. നാരങ്ങ ഇട്ട് കൊടുക്കുന്നത് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ കുരു കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിഴിഞ്ഞ് നീരൊഴിക്കരുത്, ഇതുപോലെ മുറിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു തുള്ളി എണ്ണയോ ഓയിലോ ഒഴിച്ചു കൊടുത്താലും അരി ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ വെച്ചിട്ട് പറയുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. മൂടി വെച്ചിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇത് നന്നായി തിളച്ച് തുടങ്ങി. ഈ സമയത്ത് ഇനി നമ്മൾ നേരത്തെ അരി കുതിർത്ത് വെച്ചിട്ടില്ലേ, അത് ഒന്ന് ഊറ്റിയിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും തന്നെ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ അരി പെട്ടെന്ന് വേവും, എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ ഒത്തിരി വെള്ളമൊന്നും വേണ്ട, കുറച്ച് മാത്രം വെള്ളം മതി. ഇനി ഈ അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ട റോസ്റ്റിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കണം. നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി മുട്ടയുടെ മസാലയിലേക്ക് ഞാനിപ്പോൾ ഒരു 6 വലിയ ഉള്ളിയും 6 തക്കാളിയും 7 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് ചെറുതായിട്ടൊന്ന് കീറിക്കൊടുത്താൽ മതി, ഒന്നാകെ മുറിക്കേണ്ട. ഉള്ളി നല്ല കനം കുറച്ചിട്ട് ഇതുപോലെ ഒന്ന് നുറുക്കിയെടുക്കണം. നന്നായിട്ട് കനം കുറച്ചിട്ട് തന്നെ നുറുക്കിയെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അമ്മിയിൽ ഇട്ടിട്ടാണ് ഈ ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഒതുക്കിയെടുത്തത്. അതുപോലെ തന്നെ തക്കാളി കറണ്ട് ഉണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അമ്മിക്കല്ലിലിട്ടൊന്ന് കുത്തിയെടുത്തതാണ്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ പേസ്റ്റാക്കി എടുക്കുന്നതായിരിക്കും നമ്മുടെ ഈ ബിരിയാണിയിലേക്ക് കൂടുതൽ ടേസ്റ്റായിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തന്നത്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ നെയ്യില്ലാത്തത് കൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങളുടെ കയ്യിൽ നെയ്യുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഉള്ളി പെട്ടെന്ന് ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അരിയിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ മുട്ട പുഴുങ്ങുന്ന സമയത്തും കുറച്ച് ഉപ്പിട്ടിട്ട് തന്നെയാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. മുട്ട പൊട്ടി തൂറ്റാതിരിക്കാൻ വേണ്ടിയിട്ടും മുട്ട പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ തിളക്കുന്ന വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു നുള്ളു സുർക്കയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊട്ടി തൂറ്റുന്ന പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ഉള്ളി നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് മുളക് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിയിലയും ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട്. മല്ലിയിലയിൽ നിന്നും കുറച്ച് മാത്രം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടേസ്റ്റിന്. ബാക്കി മല്ലിയില നമ്മൾ ദമ്മിടുന്ന സമയത്ത് ചേർക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ കൂട്ടി വെച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇളക്കിയും കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ച് പോകും. എപ്പോഴും തക്കാളി ചേർത്ത് കൊടുത്തിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലത്. പിന്നെ ഞാനിപ്പോൾ തക്കാളി ഇവിടെ പേസ്റ്റാക്കി എടുത്തതല്ലേ, അതുകൊണ്ടാണ് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ചേർത്ത് കൊടുത്തത്. ഇനി തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതും കൂടി ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഈ തക്കാളിയുടെ ആ പുളി എല്ലാം ഇത് ഉള്ളിയിലേക്കും പച്ചമുളകിലേക്കും ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂടി വെക്കുന്നത്. പിന്നെ മൂടി വെക്കുന്നത് സ്കിപ്പായി പോയതാണ്, സോറി കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പട്ട ഗ്രാമ്പൂ ഒക്കെ ഇട്ട കാരണം പിന്നെ ഗരം മസാല ചേർക്കുന്നില്ല. ഒരു പിഞ്ചും കൂടി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾ പട്ടയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഗരം മസാല പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മാത്രം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്നും കൂടി മൂടി വെക്കാം. ഈ സമയത്ത് നമുക്ക് ചോറ് വെന്തോ എന്നൊന്ന് നോക്കിയെടുക്കാം. ചോറ് ഇതുപോലെ ഒന്ന് കൈവച്ച് നോക്കിയാൽ, ഒന്ന് വായിലിട്ട് ചവച്ച് നോക്കിയാൽ ഉള്ളരി വെന്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേവ് പാകമാണ്. അപ്പോൾ നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റാം. ഇനി ആ അരി ഒന്ന് വാര വെക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ സമയത്ത് ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വാടി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് മുട്ട പുഴുങ്ങിയതും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ മസാല പിടിക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ദമ്മിടുന്ന പരിപാടിയാണ്. ഇനിയിപ്പോൾ ഇതാ മുട്ടയിലേക്കും മസാലയെല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. പിന്നെ ദമ്മിടുന്ന സമയത്ത് മുട്ട ഞാൻ അടിയിലെല്ലാം ഇട്ടിട്ട് ദമ്മിടുന്നത് കേട്ടോ. മുട്ടയൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. മുട്ടയായ കാരണം പെട്ടെന്ന് പൊടിഞ്ഞു പോവോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് തികച്ചും ഓപ്ഷണൽ മാത്രമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മുട്ടയുടെ മുകളിലായിട്ട് ദമ്മിട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ചെയ്യുന്നത് ഒരു വ്യത്യസ്ത രീതിയിൽ എന്ന് മാത്രം. ഇനി ഈ ഉള്ളി മസാലയില്ലേ, അത് ഇതുപോലെ നന്നായിട്ടൊന്നിങ്ങനെ ചെറുതായി തേമ്പി കൊടുത്താൽ മതി. ഇനി ഈ സമയത്ത് നേരത്തെ വാര വെക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ആ ചോറില്ലേ, ആ ചോറ് ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് മല്ലിച്ചപ്പ്, അണ്ടി, മുന്തിരി ഒക്കെ ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നെയ്യിൽ അണ്ടി മുന്തിരി ഒക്കെ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ചോറ് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി. നല്ല അമർത്തരുത് കേട്ടോ. എല്ലാം ഒന്ന് ലെവലായി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയിലയും അണ്ടിയും മുന്തിരിയും ഇട്ട് കൊടുക്കാം. കാണാൻ കുറച്ചും കൂടി ഭംഗിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നെയ്യിൽ അണ്ടി മുന്തിരിയും വറുക്കുന്ന കൂട്ടത്തിൽ തന്നെ 2 സവാളയും കൂടി വെട്ടിയിട്ട് നന്നായിട്ട് മൊരിയിച്ചിട്ട് അങ്ങനെയും വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഭംഗിയും ടേസ്റ്റും എല്ലാം കൂടും, അത്രമാത്രം തന്നെ. പക്ഷേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലാണ് മുട്ട പുഴുങ്ങിയത് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി ആ 5 മുട്ടയും ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് മൂടാവുന്നതാണ്. മൂടിയതിന് ശേഷം ഇനി തുറക്കരുത് കേട്ടോ. ഇനി ദമ്മിടാൻ പോവുകയാണ്. ഇനി കണലിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഗ്യാസ് അടുപ്പിലേക്കാണ് മാറ്റി വെക്കുന്നത്. ഇനി ഗ്യാസ് അടുപ്പിൽ വെച്ചതിന് ശേഷം നേരത്തെ അരി ഊറ്റിയതിൻ്റെ വെള്ളമില്ലേ,
ആ വെള്ളമാണ് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഭാരത്തിന് വേണ്ടി വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് തീ കത്തിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ വെറും ഒരു 10 മിനിറ്റ് മാത്രമാണ്, തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. 10 മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം ദമ്മിടുന്നത്. ഇപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ചോറ് സൂപ്പറായിട്ട് ദമ്മിൽ കിടന്ന് വെന്ത് കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിച്ചു തന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആ ഓൾ ബട്ടണും കൂടി നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ തുറക്കുമ്പോൾ കൂടുതൽ ഉപകാരപ്രദവുമാകും. ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.